ആദ്യം തന്നെ നമ്മൾ മലയാളികളെല്ലാവരും ഒരുമിച്ച് ഒരുമയോടുകൂടി യാതൊരു വേർതിരിവും ഇല്ലാതെ ആഘോഷിക്കുന്ന ഓണം. എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നിങ്ങളെ അറിയിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. സോ SSC GD കോൺസ്റ്റബിളിന് പോകുമ്പോൾ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നമ്മൾ കൊണ്ടുപോകേണ്ടത്? ഈ തവണ SSC GD കോൺസ്റ്റബിളിന്റെ ഫിസിക്കൽ, മെഡിക്കൽ, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ എല്ലാം ഒരുമിച്ചിട്ടാണ് നടക്കുന്നത്. കുറേ സമയം ഡിലേ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് നടത്താനാണ് CAPF MHA മിനിസ്ട്രി ഓഫ് ദി ഹോം അഫയേഴ്സ് തീരുമാനിച്ചിട്ടുള്ളത്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഒരു സുഹൃത്തിന്റെ അഡ്മിറ്റ് കാർഡാണ് ഇവിടെ ചുവടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഫോട്ടോ ഒന്നും വന്നിട്ടില്ല. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ ഒരു അപ്ഡേറ്റ് വന്ന സമയത്ത് ഡയറക്റ്റ്ലി പോയിട്ട് വാട്സാപ്പ് ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഒരു സുഹൃത്ത് നേരെ പോയിട്ട് ഇത് ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിച്ചു. അദ്ദേഹത്തിന് ഡൗൺലോഡായി ലഭിച്ചു. ഇതിന്റെ ബഗ് കൊണ്ടായിരിക്കാം, സൈറ്റിന്റെ ബഗ് കൊണ്ടായിരിക്കാം സംഭവം ഡൗൺലോഡായി. പക്ഷെ ഫോട്ടോ ഒന്നും വന്നില്ല. ചിലവർക്ക് സിഗ്നേച്ചർ പോലും കിട്ടിയിട്ടില്ല. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഫിസിക്കൽ എപ്പോഴാണോ നടക്കുന്നത്, ഈ സുഹൃത്തിന്റെ ഫിസിക്കൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. 26/9/2024 അദ്ദേഹത്തിന്റെ ഫിസിക്കൽ വർക്കുള്ളത്. അപ്പോൾ അതിന് ഏകദേശം 4 ദിവസം അല്ല 5 ദിവസം മുമ്പേ അതിന്റെ സ്റ്റാറ്റസ് അദ്ദേഹം നോക്കി. അതിന്റെ 4 ദിവസം 5 ദിവസം മുൻപ് മാത്രമേ നിങ്ങൾക്ക് ഫിസിക്കലിനുള്ള അഡ്മിറ്റ് കാർഡ്, ഫിസിക്കൽ, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, വാട്ട് എവർ ഇറ്റ് ഈസ്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയുള്ള അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്ത് തരത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. സൈറ്റിന്റെ ബഗ് കൊണ്ടായിരിക്കാം. അദ്ദേഹം ആദ്യം കയറിയപ്പോൾ ഡയറക്റ്റ്ലി ഡൗൺലോഡ് ചെയ്യാൻ പറ്റി, പക്ഷെ ഫോട്ടോ ഇല്ല. ഫോട്ടോ ലഭിക്കും, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യ ശ്രമത്തിൽ നിങ്ങൾക്ക് ഫോട്ടോ കിട്ടിയില്ലെങ്കിൽ വീണ്ടും ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് ഈ ടൈമിന്റെ അടുത്ത് നിങ്ങളുടെ ഫിസിക്കൽ ഡേറ്റ് എപ്പാണോ അതിന്റെ അടുത്ത് ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുക. ഫോട്ടോ ഉൾപ്പെടെ വരുന്നതായിരിക്കും. ഫോട്ടോ വേണം, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഇവിടെ സിഗ്നേച്ചർ ഉണ്ടാവും, അതും വേണം എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. സോ നമുക്ക് ഇന്നത്തെ കാര്യത്തിലേക്ക് കിടക്കാം. എന്തൊക്കെ ഡോക്യുമെന്റ്സ് നമ്മൾ ഈ ഒരു ഫിസിക്കലിന് പോകുമ്പോൾ, ഫിസിക്കൽ മാത്രമല്ല എല്ലാ കാര്യങ്ങളും, ഫിസിക്കൽ, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, അതുപോലെ മെഡിക്കൽ എല്ലാം ഒരുമിച്ചിട്ടാണ് നടക്കുന്നത്. അപ്പോൾ അതിന് പോകുമ്പോൾ എന്തൊക്കെ കൊണ്ടുപോകണം എന്നുള്ള കാര്യത്തിലേക്ക് നമുക്ക് കിടക്കാം. സോ ഈ ഒരു അഡ്മിറ്റ് കാർഡിൽ വളരെ ചുരുക്കം കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഫുൾ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എനിക്കതിൻ്റെ വിവരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞാൻ മുഴുവനായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്ത് പറയാനുള്ള കാര്യമാണ്, നിങ്ങൾ 2025 GD കോൺസ്റ്റബിളിന് വേണ്ടി തയ്യാറെടുക്കുന്ന കുട്ടികളാണെങ്കിൽ അറിയാവുന്ന കാര്യമാണ്, നമ്മുടെ കേരളത്തിലുള്ള നക്സൽ ഏരിയയൊക്കെ വെട്ടി ചുരുക്കിയിരിക്കുകയാണ്. അപ്പോൾ അവിടെയുള്ള കുട്ടികൾ വരെ ഇനി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ നമ്മുടെ കേരളത്തിൽ നല്ല രീതിയിൽ കോമ്പറ്റീഷൻ വരും. ഒരു വർഷം കഴിയുന്നതിനനുസരിച്ച് കോമ്പറ്റീഷനും കട്ട് ഓഫും എല്ലാ ലെവലും ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കേരളത്തിനോട് കൂടിയാണ്. അത് കേരളത്തിലുള്ള കുട്ടികളുമായിട്ടാണ് നമ്മൾ മത്സരിക്കുന്നത്. അപ്പോൾ കേരളത്തിലുള്ള തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ക്ലാസ് നമ്മൾ ചൂസ് ചെയ്യണം. പഠിക്കാൻ ചേരുന്നവരെല്ലാവരും ബെസ്റ്റ് ആയിട്ടുള്ള ക്ലാസ് തന്നെ ചൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിലവിൽ നമ്മുടെ കേരളത്തിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ക്ലാസ് ആണ് വിഷ്ണു സാറിന്റെ അണ്ടറിൽ റൺ ചെയ്യുന്ന സൈലത്തിലുള്ള നമ്മുടെ ശൗര്യ ബാച്ച്. വളരെ നല്ല ഒപ്പീനിയൻ ആണ് അതിനെപ്പറ്റി എനിക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അവിടെ പഠിക്കുന്ന കുട്ടികളെ, അതായത് RPF പഠിക്കുന്ന കുട്ടികളെ ഞാൻ വിളിച്ച് ഒപ്പീനിയൻ എടുത്തതാണ്. വളരെ മികച്ച ക്ലാസ്സുകളാണ്. നിങ്ങൾക്ക് നമ്പറും അതുപോലെ കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. ഇതിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് മനസ്സിലാക്കി ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. സോ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് കുട്ടികൾ എന്തൊക്കെ കൊണ്ടുപോകണം എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ആദ്യം തന്നെ പറയുന്നുണ്ട്. കാൻഡിഡേറ്റ് മസ്റ്റ് ക്യാരി 6 റീസെന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്. ഇവിടെയായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെയായിട്ട് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. കാൻഡിഡേറ്റ് മസ്റ്റ് ക്യാരി എന്ന് പറഞ്ഞിട്ട് ഡീറ്റെയിൽസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഏകദേശം 6 ഫോട്ടോഗ്രാഫ്, കളർ ഫോട്ടോഗ്രാഫ് നിങ്ങൾ കൊണ്ടുപോകണം എന്ന് പറയുന്നുണ്ട്. ആൻഡ് അറ്റ്ലീസ്റ്റ് 1 ഫോട്ടോ ഐഡന്റിറ്റി പ്രൂഫാണ് പറയുന്നത്. ഡ്രൈവിംഗ് ലൈസൻസോ വോട്ടർ ID യോ ആധാർ കാർഡോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ID കാർഡും നിങ്ങൾ കൊണ്ടുപോകണം. അഡ്മിറ്റ് കാർഡും അതിൻ്റെ കൂടെ വേണം. അതുപോലെ തന്നെ 6 ഫോട്ടോഗ്രാഫ് നിർബന്ധമായിട്ടും വേണം. പിന്നെ അതുപോലെ തന്നെ ഒരു ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ഫോട്ടോ ഐഡന്റിറ്റി പ്രൂഫ്, ആധാർ കാർഡോ എന്തായാലും ഫോട്ടോ ഉണ്ടാവണം. പിന്നെ ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളൊക്കെ, ഈ ഉദ്യോഗാർത്ഥിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ പറയുന്നുണ്ട്. അത് ഞാൻ ഹൈഡ് ചെയ്തതാണ്. അപ്പോൾ അതും അതുപോലെ തന്നെ നിങ്ങൾ കൊണ്ടുപോകുന്ന ഡോക്യുമെന്റ്സിലുള്ള പ്രൂഫിലുള്ള ID പ്രൂഫിലുള്ള കാര്യങ്ങളും, അതായത് ഡേറ്റ് ഓഫ് ബർത്ത് സെയിം ആണോ നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. രണ്ടും ഒരുപോലെ ഉണ്ടാവണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. SSCന്റെ എക്സാമിന് പോകുമ്പോൾ നിങ്ങളത് കണ്ടിട്ടുണ്ടാവും. അതൊക്കെ നല്ല രീതിയിൽ ചെക്ക് ചെയ്യും. അപ്പോൾ ആ ഒരു അഡ്മിറ്റ് കാർഡ് ഇല്ലാതെ, അതായത് ഈ കാര്യങ്ങളൊന്നും ഇല്ലാതെ പോകുന്ന ഉദ്യോഗാർത്ഥികളെ എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ ഈ ഫിസിക്കൽ ടെസ്റ്റും കാര്യങ്ങളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത് അലൗഡ് ചെയ്യില്ല, അത് അറ്റൻഡ് ചെയ്യാനായിട്ട് അലൗ ചെയ്യില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ക്യാരി ചെയ്യണം. അതുപോലെ തന്നെ ഇവിടെ കാണാൻ സാധിക്കും, ഇത് അഡ്മിറ്റ് കാർഡ് അപ്പിയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഫിസിക്കൽ ടെസ്റ്റ്, അതുപോലെ തന്നെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്, അതിനുശേഷം നിങ്ങൾക്ക് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, അതുപോലെ തന്നെ മെഡിക്കൽ എക്സാമിനേഷൻ, അതിന് അഡ്മിറ്റ് കാർഡ് നിങ്ങൾ നിർബന്ധമായിട്ടും കൊണ്ടുപോകണം. സോ ഇത് അധികം നീട്ടി പറഞ്ഞ് ഞാൻ വലുതാക്കുന്നില്ല. ഇത് വളരെ ഷോർട്ടായി പറഞ്ഞ് നിങ്ങൾക്ക് ഇതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ഇൻഫർമേഷൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. കാരണം ഇത് ഓൾറെഡി നിങ്ങൾക്ക് ഇവിടുന്ന് വായിച്ച് മനസ്സിലാക്കാം. പക്ഷെ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയാലും എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. സോ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. പക്ഷെ ഇതിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ എടുത്ത് പറഞ്ഞു തന്ന്
അത് ഞാൻ നിങ്ങൾക്ക് കുറച്ച് വ്യക്തതയോടുകൂടി മനസ്സിലാക്കി തരാം. അതായത് ഇതിൽ കുറച്ച് പോയിന്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, അത് നിങ്ങൾ മനസ്സിലാക്കുക. അതിനുശേഷം എന്തൊക്കെ ഡോക്യുമെന്റ്സ് 1 by 1 ആയിട്ട് പോലീസ് ക്ലിയറൻസ് വേണമെന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് ഈ വീഡിയോൻ്റെ അടുത്ത ഭാഗത്തിൽ, അതായത് ചുവടെ തന്നെ ഞാൻ പറയുന്നതായിരിക്കും, കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഞാൻ പറയുന്നതായിരിക്കും. സോ ഇവിടെ വലിയൊരു പാരഗ്രാഫും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മൊത്തമായിട്ടൊന്നും നമുക്ക് ആവശ്യമില്ല. ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുക. തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, അതിനുശേഷം അഡ്മിറ്റ് കാർഡ് വേണമെന്ന് പറഞ്ഞു, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, ആൻഡ് ഓൾസോ മേക്ക് ഷുവർ ടു ബ്രിങ് എ സെൽഫ് അറ്റസ്റ്റഡ് സൈനഡ് ഫോട്ടോ കോപ്പി സെറ്റാണ് പറഞ്ഞിട്ടുള്ളത്. റിക്വയർഡ് ഡോക്യുമെന്റ്സ്, എന്താണ് ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നില്ല, റിക്വയർഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സിന്റെ ഒരു ഫോട്ടോ കോപ്പി എടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ SSLC ബുക്ക് എന്തായാലും കൊണ്ടുപോകണം. അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോ കോപ്പി എടുത്തിട്ട് നിങ്ങൾ ഒപ്പിടുക, നിങ്ങളത് സാക്ഷ്യപ്പെടുത്തുക, ഇതെൻ്റെ ഒറിജിനൽ ആണെന്നുള്ള രീതിയിൽ നിങ്ങളത് സാക്ഷ്യപ്പെടുത്തിയിട്ട് കൊണ്ടുപോകണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ എന്തൊക്കെ ഡോക്യുമെന്റ്സ് നിങ്ങൾ കൊണ്ടുപോകുന്നുണ്ടോ അതിൻ്റെയൊക്കെ ഒരു ഫോട്ടോ കോപ്പി എടുത്തിട്ട് അത് ഒപ്പിടാനാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഞാൻ നിങ്ങളെ ശ്രദ്ധ തിരിക്കാൻ പോകുന്നത് മറ്റൊരു സ്ഥലത്തേക്കാണ്. മുമ്പ് സെലക്ഷൻ കിട്ടിയൊരു ഉദ്യോഗാർത്ഥി, അദ്ദേഹത്തിന് ഇതിനെപ്പറ്റി നല്ല എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. മുൻപ് നമ്മുടെ SSC GD കോൺസ്റ്റബിൾ എഴുതി പാസ്സായി, അതിന്റെ ഫിസിക്കൽ മെഡിക്കൽ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് പ്രോസസ്സ് കഴിഞ്ഞതാണ്. CISF-ലേക്ക് സെലക്ഷൻ കിട്ടിയ ഒരു ഉദ്യോഗാർത്ഥിന്റെ, അതായത് ഇദ്ദേഹത്തിന് സെലക്ഷൻ ലഭിച്ചതാണ്. CISF-ലുള്ള ഒരു ഉദ്യോഗാർത്ഥിന്റെ ഡീറ്റെയിൽസ് അദ്ദേഹം പറഞ്ഞു തരും. അപ്പോൾ അത് നമുക്ക് കേൾക്കാം. അതിന് മുൻപായിട്ട് ഇവിടെ കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ടുണ്ട്. അഡ്മിറ്റ് കാർഡ് കൊണ്ടുപോകാത്ത പക്ഷം നിങ്ങൾക്ക് ഡോക്യുമെന്റ് വെരിഫിക്കേഷനും അതുപോലെ തന്നെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും അതുപോലെ തന്നെ നമ്മുടെ മെഡിക്കൽ ടെസ്റ്റും ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. എല്ലാ സെക്ഷനിലും നമുക്ക് ഈ ഒരു അഡ്മിറ്റ് കാർഡ് നിർബന്ധമായിട്ടും വേണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ ഈ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ വേണം. പിന്നെ ഇവിടെ നാലാമത്തിന്റെ തൊട്ട് താഴെയുള്ള ഈ പറയുന്ന കാര്യങ്ങൾ ID പ്രൂഫിനെ കുറിച്ചിട്ടാണ്. ഷുഡ് ബ്രിങ് 1 of the ഒറിജിനൽ ID ഫിക്സഡ് ഫോട്ടോഗ്രാഫാണ് പറഞ്ഞത്, ഫോട്ടോ വെച്ചിട്ടുള്ള. അത് ആധാർ, ബാക്കി കാര്യം നമ്മൾ തുടക്കത്തിൽ ഇവിടെ പറഞ്ഞ സെയിം പോയിന്റ് ആണ്. ഈ ഒരു കാര്യം തന്നെയാണ് അവിടെ പറയുന്നത്, പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. സോ ഇതിൽ ഇത്ര കാര്യങ്ങളെ പറയാനുള്ളൂ. പ്രധാനമായിട്ട് എന്ത് ഡോക്യുമെന്റ്സ് ഏത് ഡോക്യുമെന്റ്സ് എന്നൊന്നും പറയുന്നില്ല. അത് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. എന്തൊക്കെ ഡോക്യുമെന്റ്സ് കൊണ്ടുപോകണം വ്യക്തമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഒന്നുകൂടെ പറയൂ. അഡ്മിറ്റ് കാർഡ്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവർക്ക് വേണ്ട. ഓക്കെ, ജനറലിന് സർട്ടിഫിക്കറ്റ് വേണ്ട. പിന്നെ നമ്മുടെ ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ്, ഡൊമിസൈല്. ഓക്കെ, ഡൊമിസൈൽ നേറ്റിവിറ്റി അല്ല, ഡൊമിസൈൽ തന്നെ വേണം. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ നമ്മുടെ 10+2 ഡിഗ്രി ഉണ്ടെങ്കിൽ ഡിഗ്രി, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എല്ലാ സർട്ടിഫിക്കറ്റുകളും, അതിന്റെ സർട്ടിഫിക്കറ്റും കോപ്പിയും വേണം. ഓക്കെ ഓക്കെ. 2 കോപ്പിയാണ്. ആധാർ 2-3 കോപ്പി എടുത്തോളാം പറയാം. പിന്നെ ആധാർ. ഓക്കെ, ആധാർ. ഓക്കെ, ആധാറിന്റെ കോപ്പി. പിന്നെ അഡ്മിറ്റ് കാർഡിൽ 6 റീസെന്റ് കളർ സൈസ് കളർ ഫോട്ടോഗ്രാഫ് ആണ് പറഞ്ഞിട്ടുള്ളത്. 6 അല്ല 7 കൊണ്ടുപോകാൻ പറയാം. ആണല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. മാക്സിമം കൊണ്ടുപോകാൻ പറയാം. പിന്നെ നമ്മുടെ അഡ്മിറ്റ് കാർഡിന്റെ കോപ്പിയും വേണം. അഡ്മിറ്റ് കാർഡിന്റെ കോപ്പിയും വേണോ? അഡ്മിറ്റ് കാർഡ് 2-3 അഡ്മിറ്റ് കാർഡ് എടുത്തോളാൻ പറയാം, കോപ്പി അല്ലല്ലോ. അതായത് 2-3 അഡ്മിറ്റ് കാർഡുകൾ എടുത്തോളാൻ പറയാം. ഓക്കെ, അഡീഷണൽ ആയിട്ടെല്ലാം ക്യാരി ചെയ്യാനായിട്ട് ശ്രമിക്കുക. വേറെ അഡീഷണൽ ആയിട്ട് ആവശ്യമുള്ള കൊണ്ടുപോകാം. വെള്ളവും ഫുഡും ഒക്കെ ആണെങ്കിൽ കൊണ്ടുപോകണം. ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പം വെരിഫിക്കേഷൻ ഞാൻ പോയ സമയത്ത് എത്രയും മതിയായിരുന്നു, വേറെ ഒന്നും വേണ്ടായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പിന്നെ ഞാൻ ഒരു ക്ലാരിഫിക്കേഷനോട് ചോദിച്ചെന്നുള്ളൂ. അത്രയും മതി. പിന്നെ ഈ പോലീസ് ക്ലിയറൻസ് ജോലി കിട്ടിക്കഴിഞ്ഞിട്ടാ. പോലീസ് ക്ലിയറൻസ് അതിന് ശേഷം അല്ലേ? ശേഷമാണ്. ഓക്കെ ഓക്കെ ഓക്കെ, അത്രയേ ഉള്ളൂ. ഇതിൽ പറഞ്ഞ സർട്ടിഫിക്കറ്റുകളൊക്കെ നിങ്ങൾ ഒന്നുകൂടെ റിവൈസ് ചെയ്ത് കേട്ടാൽ മതി. ഈ സർട്ടിഫിക്കറ്റുകൾ മാത്രമേ കൊണ്ടുപോകൂ. പിന്നെ നിങ്ങളടുത്ത് ഇവിടെ ഒരു കോപ്പിയാണ് എടുക്കാൻ പറഞ്ഞിട്ടുള്ളതെങ്കിൽ നിങ്ങൾ 1-2 എക്സ്ട്രാ ക്യാരി ചെയ്യുക. എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ 6 ഫോട്ടോസാണ് കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞത് ഒരു 7-8 നിങ്ങൾ എടുത്താലും പ്രശ്നമില്ല. കുറച്ച് അഡീഷണൽ ആയിട്ട് എന്താണ് നിങ്ങൾ എടുക്കുന്നത് അത് കുറച്ച് കൂടുതൽ എടുക്കുക. ഫോട്ടോ കോപ്പി ആണെങ്കിൽ 2 ആണെങ്കിൽ പറഞ്ഞിട്ടുള്ളത് 3 എടുക്കുക. ഇവിടെ 1 പറഞ്ഞിട്ടുള്ളത് 2-3 നിങ്ങൾ എടുത്ത് പോകാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. അതിൽ 1 മാത്രം നിങ്ങൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്യുക, അതായത് ഒപ്പിട്ട് കൊണ്ടുപോവുക. പിന്നെ ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ഒപ്പിട്ട് അവിടെ നിന്ന് തന്നെ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിൽ പറഞ്ഞ രീതിക്ക് എല്ലാ കാര്യങ്ങളും ഈ ഒരു സർട്ടിഫിക്കറ്റിൽ, അതായത് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ പറഞ്ഞ രീതിക്ക് എല്ലാ കാര്യങ്ങളും, പിന്നെ പോലീസ് ക്ലിയറൻസോ കാര്യങ്ങളോ ഒന്നും വേണ്ട. ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രം മതി. നമ്മൾ ഡൊമിസൈൽ ഒരു നേറ്റിവിറ്റി ആണ് ഡൊമിസൈൽ എടുക്കുന്നത്, നല്ല ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അതായത് നമ്മുടെ കാസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് കൊണ്ടുപോകുക. അതായത് പ്രത്യേകമായിട്ട് നോൺ ക്രിമിലിയർ വിഭാഗത്തിന്റെ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ SC ST സർട്ടിഫിക്കറ്റ്, പിന്നെ EWS സർട്ടിഫിക്കറ്റ്, അവർക്ക് എക്കണോമിക്കലി ബാക്കർ സെക്ഷന്, പിന്നെ അവരുടെ ഇൻകം കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒരു സെക്ഷന് കൊണ്ടുപോകേണ്ടതായിട്ട് പ്രധാനമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. പിന്നെ NCC ഉണ്ട്, NCC ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഈ സുഹൃത്തിന് NCC ഇല്ലായിരുന്നു,
അതുകൊണ്ടാണ് അദ്ദേഹം NCCന്റെ കാര്യം പറയാത്തത്. നിങ്ങൾക്ക് എന്തൊക്കെ സർട്ടിഫിക്കറ്റ് ഉണ്ടോ അതൊക്കെ നിങ്ങൾ ക്യാരി ചെയ്യുക. അതായത് SSLC, ആധാർ കാർഡ്, അതുപോലെ ഹയർ ക്വാളിഫിക്കേഷൻ എന്തെങ്കിലും ഉണ്ട്, അത് എന്ത് ക്വാളിഫിക്കേഷൻ, ITI, അതുപോലെ തന്നെ +2, ഡിഗ്രി, PG, എന്ത് ക്വാളിഫിക്കേഷൻ ഉണ്ട് അതിൻ്റെയൊക്കെ ക്യാരി ചെയ്യുക. ഈ പറയുന്നതിൻ്റെ ഒക്കെ 1-2 കോപ്പി നിങ്ങൾ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. എന്തായാലും വേണം, അതിന്റെ കൂടെ എക്സ്ട്രാ ഒന്നും കൂടി നിങ്ങൾ ക്യാരി ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഫോട്ടോ ഇതിൽ പറയുന്നത് 6 എണ്ണമാണ്, പക്ഷേ 7-8 എണ്ണം നിങ്ങൾ കൊണ്ടുപോവുക. പിന്നെ നിങ്ങളുടെ ID പ്രൂഫ്, ഓൾറെഡി നിങ്ങൾ ആധാർ കാർഡ് എടുക്കും, ഇതൊക്കെ ഒറിജിനൽ വേണം, ഒറിജിനലിന്റെ കോപ്പിയും കൂടി നിങ്ങൾ കൊണ്ടുപോകണം എന്ന് ശ്രദ്ധിച്ചിരിക്കുക, അത് പ്രത്യേകം ഓർത്തിരിക്കുക. പിന്നെ ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ്, ഇപ്പം പറഞ്ഞു ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നിങ്ങൾ OBC ആണോ, SC ST ആണോ, അതുപോലെ തന്നെ EWS ആണോ, അതിന്റെ സർട്ടിഫിക്കറ്റ്. EWS ആകുന്ന സമയത്ത് അവരുടെ ഇൻകം സർട്ടിഫിക്കറ്റ് കാണിക്കേണ്ടതായിട്ടുണ്ട്, അപ്പോൾ അത് ക്യാരി ചെയ്യാനായിട്ട് ശ്രമിക്കുക. OBC എല്ലാവർക്കും അറിയുന്നതാണ്, നോൺ ക്രിമിനൽ കൊണ്ടുപോവുക, ബാക്കിയുള്ള കമ്മ്യൂണിറ്റി അതിൻ്റെതായിട്ട് കൊണ്ടുപോവുക. ജനറൽ അദ്ദേഹം ഇപ്പം പറഞ്ഞു, ജനറൽ കാറ്റഗറി യാതൊരു സർട്ടിഫിക്കറ്റും, കാസ്റ്റ് അതായത് ജനറലായിട്ട് OBCന്റെ നോൺ ക്രിമിനൽ അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ് അതൊന്നും ഇവർക്ക് ജനറലിന് ആവശ്യമില്ല എന്ന് ശ്രദ്ധിച്ചിരിക്കുക. ജനറൽ വിഭാഗം അതൊന്നും ക്യാരി ചെയ്യേണ്ട. പിന്നെ ഇത്ര കാര്യങ്ങളേ ഉള്ളൂ, ഇനി ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്നുമില്ല. പിന്നെ നിങ്ങളുടെ പാൻ കാർഡിൻ്റെ ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, പാൻ കാർഡൊക്കെ ജോലി കിട്ടിയിട്ട് അതെന്തായാലും വേണം, പാൻ കാർഡൊക്കെ നിങ്ങൾ എടുത്തു വെക്കുക, അതൊന്നും ഇപ്പം ചെക്ക് ചെയ്യത്തില്ല, പക്ഷെ അതൊക്കെ വേണം. പിന്നെ പോലീസ് ക്ലിയറൻസ് കാര്യങ്ങൾ, ഇതൊക്കെ നിങ്ങൾക്ക് ജോലി ലഭിച്ചതിന് ശേഷമാണ് ആവശ്യമായിട്ടുള്ളത്. ഇപ്പം ഇത്ര സർട്ടിഫിക്കറ്റ്, ഈ ഓഡിയോയിൽ കേട്ടത്ര സർട്ടിഫിക്കറ്റ് മതി. എന്തെങ്കിലും സംശയങ്ങൾ വരികയാണെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓൾമോസ്റ്റ് നിങ്ങൾ കൊണ്ടുപോകേണ്ട ഏകദേശ സർട്ടിഫിക്കറ്റിന്റെ എല്ലാം ചുരുക്ക രൂപം ഞാനിപ്പം പറഞ്ഞിട്ടുണ്ട്.